എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, അതുപോലെ തന്നെ ഷെയറൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത് വടക്കും ഭാഗത്ത് കരുനെല്ലി മഠത്തിലെ അമ്മയ്ക്ക് സ്ഥലം മേടിക്കുന്നുണ്ട്. അവരുടെ മണ്ണ് നമുക്ക് സമർപ്പിക്കാനുള്ള ഇതുപോലെ അവസരമുണ്ട്. അപ്പോൾ എല്ലാവർക്കും കഴിയുന്നത് പോലെ 1 രൂപ ഇട്ടുകൊണ്ട് ഭഗവതിയുടെ ഈ സ്ഥലം വാങ്ങുക എന്നുള്ള യജ്ഞത്തിലേക്ക് എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ്. താഴെ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് അയയ്ക്കുക. എന്നിട്ട് ആ നമ്പറിൽ തന്നെ വാട്സാപ്പിൽ പെരുന്നാൾ അയയ്ക്കുക. ഭഗവതിയുടെ അടുത്ത് അർച്ചനകളൊക്കെ നടത്തുന്നതാണ്. നിങ്ങൾ ഒരു വിധത്തിലുള്ള ദുരിതങ്ങൾ, അസുഖങ്ങൾ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്ഥലം മേടിക്കാനായിട്ട് സ്ഥലമില്ല, വാടകയ്ക്ക് കിടക്കുന്നവർ, രോഗത്താൽ വലയുന്നവർ, വിവാഹ തടസ്സമുള്ളവർ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് അർച്ചനയോടെ മാറ്റാവുന്നതാണ്. എല്ലാവരും 1 രൂപയെങ്കിലും ഇട്ട് പരീക്ഷിച്ച് നോക്കുക, മാറ്റുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ പറയാൻ പോകുന്ന ലോട്ടറി അടിക്കാനായിട്ട് നമ്മൾ മുന്നേ വീഡിയോസുകളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയാണ് ലോട്ടറി അടിക്കാനുള്ള സാധ്യത എന്നൊക്കെ കുറിച്ചിട്ട്. അപ്പോൾ അത് തന്നെ ഒന്നുകൂടി പറയുകയാണ്. അപ്പോൾ പലരും വീണ്ടും ചോദിക്കുന്നുണ്ട്, വീണ്ടും പുതുതായിട്ട് വരുന്നവരത് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി പറയുകയാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മുന്നുള്ള വീഡിയോസൊക്കെ ഒന്ന് കയറി കാണുക. അപ്പോൾ അതിനകത്ത് ഭാഗ്യ നമ്പർ, ഓരോ നക്ഷത്രത്തിനുള്ള ഭാഗ്യ നമ്പർ, അതുപോലെ ഭാഗ്യ നിറം, ഭാഗ്യ ദിവസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കാണുക. എന്നിട്ട് ഭാഗ്യ ദിവസം, ഭാഗ്യ നമ്പർ എടുക്കുക. അതുപോലെ തന്നെ ഭാഗ്യ നിറം നമ്മൾ തിരഞ്ഞെടുത്ത് അന്ന് പോയിട്ട് ലോട്ടറി എടുക്കുക. അപ്പോൾ നമുക്ക് അടിക്കാനുള്ള സാധ്യതകൾ 100ൽ ഒരു 90% സാധ്യത കൂടുതലാണ്. ഞാൻ പറയുന്നത് ലക്ഷങ്ങളും കോടികളും അടിക്കുന്ന കേസല്ല. 100 രൂപയെങ്കിലും നമുക്ക് ലോട്ടറി അടിക്കാനായിട്ടുള്ള ഒരു സാധ്യതയാണ്. ഞാനാണെങ്കിലും പരീക്ഷ വിജയിച്ചതിന് ശേഷമാണ് നിങ്ങളിലേക്ക് ഈ വീഡിയോസായിട്ട് എത്തുക, വീഡിയോസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എടുത്ത് ചെയ്യുന്നൊരു കാര്യമില്ല. പലർക്കും അനുഭവമുള്ള വെളിച്ചത്തിലാണ് നമ്മളത് പറയുക. അതുപോലെ തന്നെ അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ലോട്ടറി അടിക്കാൻ സാധ്യതയുള്ളത് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് ലോട്ടറി അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പൂജ പഠിക്കാനായിട്ട് മലബാരോ സ്വാത്തികോ നിങ്ങളൊക്കെ പോയിട്ട് ഒരു ഗുരുനാഥൻ്റെ അടുത്ത് പോയിട്ട് ദക്ഷിണകൾ 40,000 30,000 ഒക്കെ പറയുന്ന ഒരു ഇത് കാണുന്നുണ്ട്. അപ്പം നമ്മൾ വടക്കുംഭാഗത്ത് കരുനെല്ലി മഠത്തിലെ ഗുരുപാരമ്പര്യം അനുസരിച്ച് ദക്ഷിണ മേടിക്കാതെ, അതായത് ഇത്തരത്തിലുള്ള ഫീസുകൾ കൂടാതെ എന്തെങ്കിലുമൊക്കെ ദക്ഷിണ മേടിച്ചുകൊണ്ട് നമ്മളിവിടെ പൂജാ പഠന രീതി നടത്തുന്നു. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ടും വന്ന് പൂജ പഠിക്കാനും സാധിക്കുന്നതാണ്. കേരളത്തിലെ എവിടെയുള്ളവർക്കും വന്ന് പൂജ പഠിക്കാവുന്നതാണ്. ഒരു കാരണവശാലും നമ്മൾ ഫീസും മറ്റുള്ള കാര്യങ്ങളൊന്നും മേടിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ പരീക്ഷണാർത്ഥമായിട്ട് ആരും വരാതിരിക്കുക. ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് മറ്റുള്ള നിങ്ങൾക്ക് കിട്ടിയ അറിവ്, ഇപ്പോൾ നിങ്ങൾക്ക് പൂജ പഠിക്കേണ്ട, അങ്ങനെ ഓക്കെ, ശരി, സംഭവിച്ചു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോട്ടറി അടിക്കാറുണ്ട്, നിങ്ങൾക്ക് ഭാഗ്യമൊക്കെ ഉണ്ട്, അതൊക്കെ ഓക്കെ. അതല്ലാത്തവർ, നമ്മൾ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയവർക്ക് ഈ വീഡിയോ ഒന്ന് അവരിലേക്ക് എത്തുമ്പോൾ അവരുടെ ജീവിതം നമ്മൾ രക്ഷപ്പെടുത്തി കൊണ്ടുവരിക. പിന്നെ അതുപോലെ തന്നെ പൂജ പഠിക്കാനായിട്ട് ഗുരുനാഥന്മാരുടെ അടുത്ത് പോയി ഇത്രയും രൂപയൊക്കെ പറഞ്ഞിട്ട്, അതിപ്പോൾ ഈ മലബാർ ഇതിലുള്ള കൗള വിചാരത്തിലുള്ള വിഷ്ണുമായ, കരിങ്കുട്ടി അങ്ങനെയുള്ള ദേവതകളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ക്ഷേത്രപൂജയായിട്ടുള്ള മഹാവിഷ്ണു പൂജയ്ക്കാണെങ്കിൽ പോലും നമുക്കവിടെ പഠിക്കാവുന്നതാണ്. അപ്പോൾ അവർ പോയി ഗുരുനാഥന്മാരുടെ അടുത്തൊക്കെ പോയിട്ട് പൈസയൊക്കെ പറഞ്ഞ് പഠിക്കാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവരിലേക്ക് ചിലപ്പോൾ ഇതൊക്കെ എത്തി അവർക്കത് പഠിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങളും അവിടെ ഒരു ഗുരുവായിട്ട് മാറുകയാണ്. ആ ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ്, നിങ്ങളറിയാതെ തന്നെ. അപ്പോൾ നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണുക. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നന്ദി, നമസ്തേ.